ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സുരക്ഷയായ Z+ സുരക്ഷയാണ് ഗവർണർക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു Z+ സുരക്ഷ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗവർണർക്ക് കൂടി ഈ ഒരു സുരക്ഷ ബാധകമായിരിക്കുകയാണ്. പുതിയ നിർദ്ദേശപ്രകാരം ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സുരക്ഷാ ഏജൻസിയായ CRPFന് കൈമാറിയിരിക്കുകയാണ്. എന്നാൽ അതേസമയം കേന്ദ്രസേനയെ ഇറക്കിയാലും ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്നാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ PM ആർഷോ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെ ആക്രമിച്ചുവെന്ന ഗവർണറുടെ വാദം നുണയാണെന്നും എല്ലാ സാധ്യതയും അദ്ദേഹം ഉപയോഗിക്കട്ടെ എന്നും കേന്ദ്രസേനയെ ഇറക്കി അടിച്ചമർത്തിയാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ആർഷോ പറയുന്നത്. അദ്ദേഹത്തെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ നിലയിലൊരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില ഫ്ലാഷ് ന്യൂസുകൾ കണ്ടു, അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ അദ്ദേഹം തന്നെ പറഞ്ഞു ശേഷം അദ്ദേഹത്തിന്റെ വാഹനത്തെ ആക്രമിച്ചു എന്നുള്ള നിലയിലൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സാധ്യമായ എല്ലാ സാധ്യതകളും അദ്ദേഹം ഉപയോഗിച്ചു കൊള്ളുക എന്നുള്ളതാണ്. എന്തെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാലും ഈ രാജ്യത്ത് സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിന് വേണ്ടി വിയോജിപ്പറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിന്റെ അവകാശമുണ്ട്. ആ അവകാശത്തെ ഞങ്ങൾ വിനിയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഈ സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ വളരെ എളുപ്പത്തിൽ വന്ന് സമരം ചെയ്ത് പോകുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടെ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ള ആളുകളല്ല. സ്വാഭാവികമായി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തപ്പെടുമെന്നുള്ള ബോധ്യമുണ്ട്, കേസുണ്ടാകും, ജയിലറ ഉണ്ടാകും എന്നൊക്കെ എന്നൊക്കെയുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ഞങ്ങളുടെ 7 പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് റിമാൻഡിലായിരുന്നു. അപ്പോൾ തുടർന്നും ഏതെല്ലാം നിലയ്ക്ക് ഇപ്പോൾ കേന്ദ്ര സേനയെ ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങൾ സമരം പൂർവാധികം കരുത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഇത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം നിലനിൽക്കണം, അതിനുവേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തെ എങ്ങനെ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും പൂർവാധികം കരുത്തോടുകൂടി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല കേരള പോലീസ്. കരിങ്കൊടി പ്രതിഷേധക്കാരെ IPC 124 ചുമത്തിയതിൽ കടുത്ത വിമർശനമുണ്ട് SFIക്ക്. അത് ചുമത്തേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നും ഗവർണറുടെ ഇടപെടൽ മാനസിക വിഭ്രാന്തി ബാധിച്ചതുപോലെയാണെന്നും ജനാധിപത്യ സമരങ്ങളെ ഗവർണർ പുച്ഛിക്കുകയാണെന്നും ജനാധിപത്യ സമൂഹത്തെ അപമാനിക്കുന്ന തീരുമാനമാണ് ഗവർണറുടേതെന്നും ആർഷോ പറഞ്ഞു. പൊറോട്ട് നാടകമാണ് ഗവർണർ കളിക്കുന്നത്. പ്രോട്ടോകോൾ ലംഘിച്ചാണ് ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത്. അധികാര ദുർവിനിയോഗമാണിതെന്നും SFIയുടെ നേതാവായ ആർഷോ വിമർശിക്കുന്നുണ്ട്. പോലീസിനെ ഭീഷണിപ്പെടുത്തി ഗുരുതരമായ വകുപ്പുകൾ ഇപ്പൊ 124 ചുമത്തേണ്ടുന്ന ഒരു ഒഫൻസും ഒരു തരത്തിലുള്ള കുറ്റകൃത്യവും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് അവിടെ നടന്ന സമരത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾക്ക് വ്യക്തമാകുന്ന ഒന്നാണ്. ഇന്നിപ്പോ സമരവുമായി ബന്ധപ്പെട്ട് സമാധാനപരമായി റോഡരികിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ വാഹനം നിർത്തി എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ച് ആക്രോശിച്ച് തെറിവിളിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് ചാൻസലറാണ്. ആ ഘട്ടത്തിലും വിദ്യാർത്ഥികൾ സംയമനം പാലിക്കുകയും സമാധാനപരമായി മുദ്രാവാക്യങ്ങൾ വിളിച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ തന്നെ ആക്രമിച്ചു എന്ന് കള്ളം പറയുന്നതിന് വേണ്ടി ചാൻസലർ ഗവർണർ നുണ പറയുകയാണ്. മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് തന്റെ വാഹനം ആക്രമിച്ചു എന്ന് പറയുന്നു. ഒരു തരത്തിലും വാഹനത്തിന്റെ പരിസരത്തേക്ക് ഒരു വിദ്യാർത്ഥിയും പോയിട്ടില്ല. തന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നു, തന്നെ തടഞ്ഞു എന്ന് പറയുന്നു. ഈ നിലയിലൊന്നുമല്ലാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. അങ്ങനെ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ, പ്രതിഷേധത്തെ ഈ നിലയിൽ അക്രമ സംഭവത്തിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം അദ്ദേഹം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. SFIയെ സംബന്ധിച്ച് എന്തെല്ലാം പൊറാട്ട് നാടകങ്ങളുമായി ചാൻസലർ ഇറങ്ങിയാലും ഞങ്ങൾ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അദ്ദേഹം ഇന്ന് പറഞ്ഞത് വാടകയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ ദിവസവേതനത്തിന് എടുത്ത ആളുകളാണ് സമരം ചെയ്യുന്നത് എന്നുള്ളതാണ്. SFIയെ സംബന്ധിച്ചും SFIയുടെ സമരചരിത്രത്തെ സംബന്ധിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ അറിയില്ലെങ്കിൽ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ട്. 16 ലക്ഷത്തോളം അംഗങ്ങളുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരളത്തിലെ SFI. ഈ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം അതിശക്തമായി തെരുവിലേക്ക് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് അനങ്ങാൻ വേണ്ടി കഴിയില്ല. ഇന്ത്യയുടെ കേരളത്തിന്റെ സമരചരിത്രം അതാണ്. കേരളത്തിൽ ഇതിലും വലിയ തിട്ടൂരങ്ങളുമായി വന്ന SRCP ഉൾപ്പെടെയുള്ള ആളുകളെ മുട്ടുകുത്തിച്ചതിന്റെ സമരപാരമ്പര്യമാണ് കേരള സമൂഹത്തിനുള്ളത്. സ്വാഭാവികമായും ആ സമരച്ചൂട് ഇന്നിപ്പോ ഇളവെയിലിന്റെ ചൂടാണ് അദ്ദേഹം 1.5 മണിക്കൂർ കൊല്ലത്ത് അനുഭവിച്ചതെങ്കിൽ ഇതിലും കടുത്ത സമരച്ചൂട് ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുക. SPG സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് Z+.
ഈ സുരക്ഷാ സംവിധാനത്തിൽ CRPF കമാൻഡോകൾക്കൊപ്പം 55 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുത്തും. 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസവും സുരക്ഷയൊരുക്കുന്നതാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ദേശീയ സുരക്ഷാ ഗാർഡ് കമാൻഡോകളുടെ അധിക പരിരക്ഷയും നൽകുന്നതാണ്. സുരക്ഷാ സംവിധാനത്തിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും അതുപോലെ 3 ഷിഫ്റ്റുകളിലായി എസ്കോർട്ടും ഉൾപ്പെടുത്തും. 2022 വരെ 45 പേർക്കാണ് രാജ്യത്ത് Z+ സുരക്ഷ. രാഹുൽ ഗാന്ധിക്കും ഇതേ സുരക്ഷാ സംവിധാനമാണ് ഉള്ളത്.